ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങുമായിട്ടാണ്. ഞാൻ പൊതുവേ അധികം ഈ ഒരു കാറ്റഗറി വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ. അതൊന്നാമത് ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ നോർമൽ പെയിൻറ്റിങ്ങോ അല്ലല്ല, കുറച്ചധികം ക്ഷമ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ഫ്ലവറിൻ്റെ ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടാബിൻ്റെ മുകളിൽ OHB ഷീറ്റ്, അതായത് ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ നമ്മളൊന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ വരയ്ക്കുന്ന ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഔട്ട്ലൈനറാണ്. നമ്മൾ ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു പെയിൻറ്റ് വാങ്ങിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ കിട്ടും. ഇതിൻ്റെ ഗോൾഡൻ കളർ, കുറേ കളർ അവൈലബിൾ ആട്ടോ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. നല്ല നീറ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്. പ്രിൻ്റൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. എൻ്റെ ഒരു മടി കൊണ്ടും പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഈ ഒരു സംഭവം ഭയങ്കര പാടാണ്. കാരണം നമ്മൾ കൈ അനങ്ങുന്നതിനനുസരിച്ചിട്ട് സംഭവം സ്ക്രീൻ ഓഫായി പോവും, ഇടയ്ക്ക് അതിങ്ങനെ മാറിപ്പോവും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ഒട്ടും കൈ വിറയില്ലാതെ നമ്മൾ ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ നീറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം അവിടെ ഇടയ്ക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള വരുന്ന സംഭവം കുറച്ച് സ്ഥലത്ത് പൊങ്ങിയിട്ട്, കുറച്ച് സ്ഥലത്ത് കൂടുതലായിട്ട്, കുറച്ച് സ്ഥലത്ത് കുറഞ്ഞു പോയിട്ട്, അങ്ങനെ തടി കൂടുതൽ, തിക്നെസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന കാണാം. അതൊച്ച നമുക്ക് ആ ഒരു കയ്യിൽ ഇങ്ങനെ ഒറ്റ ഇതിൽ വരുന്ന രീതിയിൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ് നല്ല നീറ്റ് ലുക്ക് കിട്ടുള്ളൂ കേട്ടോ, ഫൈനൽ ലുക്ക് കണ്ടാൽ. അപ്പോൾ അവിടെ ഇടയ്ക്കായിട്ട് മാറിപ്പോകുമ്പോൾ ഞാൻ നല്ല നീറ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ഒരു ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനൊരു അബദ്ധം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ഞാൻ വിചാരിച്ചു സ്ക്രീൻ നമുക്ക് പിക്ചർ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഈ ഡിസ്പ്ലേ ഇങ്ങനെ അനങ്ങാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ഓഫൊക്കെ ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം ഉണ്ടെന്ന്. പക്ഷേ എൻ്റെ ഇതിലാവുന്നില്ല. അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ. ഞാൻ 1-2 വീഡിയോയിലൊരു ചില ആൾക്കാർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്ക് ഇതിൽ തന്നെ എങ്ങനെ ചെയ്യൽ നോക്കാം. അപ്പോൾ ടാബൊക്കെ കയ്യിലുള്ള ആൾക്കാർ പ്രിൻ്റ് എടുത്തിട്ട് കാശ് കളയണ്ടല്ലോ, അതിൽ വേണ്ട ഇമേജ് എടുക്കാതെ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ ഞാൻ അവസാനം എനിക്ക് ഭ്രാന്ത് പിടിച്ച് എനിക്കറിയുന്ന ഡിസൈൻ തന്നെ ഞാൻ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ ഒരു ഭ്രാന്തിന് ശേഷമാണ് ഈ ഒരു ഡിസൈനൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയുന്ന ഡിസൈനൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. കുറച്ച് ഇലയും പൂവും കായൊക്കെ അല്ലേ, അത് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ നല്ല സിമ്പിളായിട്ട് വരച്ചെടുത്തു. അങ്ങനെ വരക്കുമ്പോഴാണ് നമുക്ക് കൈ വരക്കുന്നുമില്ല, നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ അതിൻ്റെ മുകളിലൂടെ വരച്ചെടുക്കുമ്പം അയ്യോ കൈ വേറെയായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു നോർമൽ വിചാരിച്ച അത്രയും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഫുൾ നൈറ്റ് വെച്ചു ആ ഒരു കംപ്ലീറ്റ് ഔട്ട്ലൈൻ വരച്ചിട്ട്. ഒരു ദിവസം കംപ്ലീറ്റ് വെച്ചതിന് ശേഷം ഉണങ്ങി സെറ്റായതിന് ശേഷമാണ് പിറ്റേത്തെ ദിവസം നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിച്ച കാര്യം എക്സസ് ആയിട്ടുള്ള ബൾജായിട്ട് നിൽക്കുന്ന ഭയങ്കര തിക്നെസ്സോടെ വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ കറന്ന് തിന്നാക്കി കൊടുത്തു. ഒരുപാട് ഇങ്ങനെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് നല്ല ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് നീറ്റാക്കി എടുത്തു. അപ്പോൾ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒത്തിരി കൊല്ലങ്ങൾ മുന്നേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായതായിരുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ടുണ്ട്. കാരണം എയർ ടൈറ്റായിട്ട് നല്ല കട്ടിയിൽ നമ്മൾ അടച്ചു വെച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പോർഷൻ ഇതുപോലെ കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുള്ളത് കൊണ്ട് ബാക്കിയുള്ളത് കട്ടയായി പോവാതിരിക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി ലിക്വിഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇത്രയും കൊല്ലം മുന്നേ ഉണ്ടായതായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഡൗട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ വർക്ക് ആവുമോ, സംഭവം പാളിപ്പോവോ എന്നൊക്കെ. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. നല്ല കളേഴ്സും ആയിരുന്നു ഈ ഒരു ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സ്. നല്ല ക്വാളിറ്റി കളേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് സെയിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ട് ഇങ്ങനെ വോൾ ഡെക്കറൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സ് വാങ്ങിക്കുന്നത് തന്നെ എനിക്ക് ഒന്നും കൂടി നല്ലത് കേട്ടോ. പിന്നെ ഒത്തിരി പരിജ്ഞാനം ഈ ഒരു ഗ്ലാസ് കളേഴ്സിൽ, ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വിവരിക്കുന്നില്ല. ഞാൻ എന്താണോ ചെയ്തത് അത് മാത്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നല്ല നീറ്റായിട്ട് ഒരു മൾട്ടിപ്പിൾ കളേഴ്സാണ് ഒരു ഫ്ലവറിനും തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കുറച്ച് ഡാർക്കും പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് വേറെ കളേഴ്സുമാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതായിട്ടുള്ള പോർഷനിൽ ഇതുപോലെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള കളേഴ്സ് കൊടുത്തെടുത്തു. നിങ്ങളുടെ കയ്യിൽ എന്താണോ കളർ അവൈലബിൾ അത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ യെല്ലോ കളർ വെച്ചിട്ട്, ഒരു ഓറഞ്ചിഷ് യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. ബേസിക്കായിട്ട് ഒരു ഗ്ലാസ് കളേഴ്സിൽ ഉണ്ടാവുന്നത്, ആ ഒരു സെറ്റിൽ ഉണ്ടാവുന്നത് ഗ്രീൻ ഉണ്ടാവും,
ലൈറ്റ് ബ്ലൂ ഉണ്ടാവാറുണ്ട്, ഒരു ഓറഞ്ചിഷ് കൈൻഡ് ഓഫ് ഒരു കളർ ഉണ്ടാവാറുണ്ട്, യെല്ലോ ഉണ്ടാവാറുണ്ട്, പിന്നെ ഗ്രീൻ ഉണ്ടാവാറുണ്ട്, പിന്നെ ഒരു മെറൂൺ കളർ, ഒരു വുഡൻ കളർ, ആ ഒരു കളറാണ് ഉണ്ടാവാറില്ല. ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാവാറ്. അല്ലാതെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കളേഴ്സ് ഉള്ള സെറ്റ് നോക്കി വാങ്ങിക്കാം. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് സെറ്റിൽ ഇത്ര കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് എന്തൊക്കെ കളർ കൊടുക്കാന്നുള്ളതിന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ കളേഴ്സൊക്കെ എടുത്ത് ഈ വാരി തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി ഇങ്ങനെ ലിക്വിഡ് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബബിൾസ് വരാൻ, എയർ കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ബേസിക്കായിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം ഞാൻ പറയുന്നത് ശരിയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഒത്തിരി നമ്മൾ ലിക്വിഡ് ഞെക്കി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബബിൾസ് വന്ന് നമ്മളത് ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിന് അത്രയും നല്ല നീറ്റ് റിസൾട്ട് കിട്ടാതിരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോർമൽ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടർ ലൈനിലേക്ക് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് അത് അവിടുന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഫില്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം നോക്കാറ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കളർ കൊടുത്തിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലീഫിന് നോർമൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗ്രീൻ കളറിന് അടിച്ചു കൊടുക്കാം. അതൊന്നും ഒരു കോംപ്ലിക്കേഷൻസും നമ്മൾ വിചാരിക്കേണ്ട. ആ ഒരു ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളതിൽ നിറച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ എയർ കയറാതെ നോക്കണം. അത് മാത്രമാണ് ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ എന്താണോ ചെയ്തെടുത്തത് അതിന് കണക്കായിട്ട് നമ്മൾ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കണം. ഞാനിവിടെ ബേസിക്കായിട്ട് ഒരു നോർമൽ ഒരു ഗ്ലാസ് പെയിൻറ്റിങ്ങിന് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണോ കൊടുക്കുന്നത് അത് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നത്. ഒരു പഴയ ഫ്രെയിമിൻ്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് അതിലേക്ക് ഫ്രെയിം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയെടുത്തു. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്തിട്ടും ഞാൻ ഒരു ദിവസം വെച്ചു. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഔട്ട്ലൈനിൻ്റെ ആ ഒരു പെർഫെക്ഷൻ മാത്രമേ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എപ്പോഴോ പഴംപൊരിയോ അങ്ങനെ എന്തോ പൊതിഞ്ഞു കൊണ്ടുവന്നതാണ്. അമ്മ നല്ല രീതിയിൽ കഴുകിയിട്ട് എനിക്ക് തന്നു. അത് ഉണക്കി ഞാൻ എൻ്റെ പരിപാടിക്ക് യൂസ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളൊന്ന് ബാക്കിലൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. ഒരിക്കലും അലുമിനിയം ഫോയിൽ ഇതുപോലെ ഫ്രെയിം ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുളിവും കാര്യങ്ങളൊന്നും മാറ്റരുത്. അങ്ങനെ മാറ്റാതെ ഇരുന്നാലാണ് നമുക്ക് നല്ലൊരു ഭംഗി കിട്ടുക. അതുതന്നെയാണ് നമ്മളുടെ ഈ ഒരു അട്രാക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഗ്ലാസ് ഷീറ്റൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ ചുളിവുള്ള രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്രെയിമും ചെയ്തും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. കൊച്ചു കൂട്ടുകാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ്റും. നല്ല വീഡിയോ കാണാം. സീ യു.